പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയെ കർത്താവ് ഒരുക്കിയ വലിയ അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ഏകദേശം 3.5 വർഷത്തിൻ്റെ വേദനാജനകമായ സമയങ്ങളിലൂടെ കടന്നുപോയി. നാട്ടിലെങ്ങും രാജ്യത്തെങ്ങും വെള്ളമില്ലാത്ത അനുഭവത്തിലൂടെ വറ്റി വരണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥനാ റൂമിൽ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്, ഏലിയാവെന്ന ദൈവമനുഷ്യന് ദൈവം കൊടുത്ത ദർശനം, ദൈവം കൈമാറുന്ന പ്രവചന ദൂത്, നീ ചെന്ന് നിന്നെ തന്നെ ആഹാബിന് കാണിക്കാം, മഴ പെയ്യിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രിയരെ, ആ രാജ്യത്തെങ്ങും 3.5 വർഷം ഏലിയാവ് പറയാതെ ദൈവം മഴ പെയ്യിക്കാതിരുന്നു എങ്കിൽ, അതേ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തതും. ഇന്ന് ഈ സന്ദേശത്തിന് ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നാളുകളായി പ്രാർത്ഥിച്ചും ഉപവസിച്ചും കരഞ്ഞും കൊണ്ടിരുന്ന വിഷയങ്ങളുടെ മറുപടി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ സമയത്ത് കൈമാറുന്നത്. വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. അതേ പ്രിയരെ, വലിയ മറുപടിയുടെ ദൈവശബ്ദം കേൾക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ അത് എന്നോടുള്ള ദൈവശബ്ദമാണെന്ന്, അത് എന്നോടുള്ള ദൈവവചനമാണെന്ന് റിസീവ് ചെയ്യുന്ന പ്രിയമുള്ളവരെ, താങ്കളെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, സ്തോത്രം, താങ്കളുടെ വേദനകൾക്കും പ്രയാസങ്ങൾക്കും നാളിതുവരെ അനുഭവിച്ച ദുരിതപൂർണമായ ജീവിതത്തിനും ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വലിയൊരു ദൈവപ്രവൃത്തി താങ്കളുടെ ലൈഫിൽ ദൈവം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ, കർത്താവെ അതിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയാൻ എത്ര പേർ തയ്യാറാകും? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഏലിയാവ് ആഹാബിൻ്റെ മുൻപിൽ ചെന്ന് ആദ്യം പറയുന്ന ദൂതാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല. അതേ ഏലിയാവ് തന്നെയാണ് ഇവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. നമ്മുടെ മുന്നിൽ വാതിൽ തുറക്കുവാനും വാതിൽ അടയ്ക്കുവാനും ദൈവത്തിന് കഴിയും. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ സ്തോത്രം, നമുക്ക് ലഭ്യമാകുന്ന ചില വാതിലുകളെ അടയ്ക്കുകയും ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധം പുലർത്തുമ്പോൾ ചില വാതിലുകൾ തുറക്കുകയും ചെയ്യും. ഇന്ന് ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദമാണ് പ്രാരംഭത്തിൽ കേട്ടു തുടങ്ങിയത്. വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആ വലിയ മഴയുടെ മുഴക്കം കേൾക്കണമെങ്കിൽ ദൈവവചനപ്രകാരം ജീവിക്കുകയും ദൈവത്തോടടുത്തു ചെല്ലുകയും ചെയ്താൽ നിശ്ചയമായി നാം കേൾപ്പിക്കപ്പെട്ട സകല പ്രവചന ദൂതുകളും, നമ്മെ ദൈവം ദർശനങ്ങളിലൂടെ ഇടപെട്ട സകല ദർശനങ്ങളെയും നൽകിത്തരാൻ സന്നദ്ധനായൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ദൈവം പറയാ, ഏലിയാവേ, ഞാൻ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കാൻ തുടങ്ങുന്നു. പണക്കാരെന്നില്ല, പാമരനില്ല, സ്തോത്രം, ആരെന്നുമില്ലാതെ എല്ലാവരും വരണ്ട അവസ്ഥയിലൂടെ പോകുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്താണ്? കൊട്ടാരം തൊട്ട് കുടില് വരെയുള്ള സകല മനുഷ്യരും എന്ത് സംഭവിക്കുന്നു? വറ്റി വരണ്ട വരൾച്ചയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം മനസ്സലിയുകയാണ്.
ഇന്ന് എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പ്രാർത്ഥനാ റൂമിൽ ക്ഷീണിച്ചു പോകാതിരുന്ന് കരഞ്ഞില്ലേ? ക്ഷീണിച്ചു പോകാതിരുന്ന് പ്രാർത്ഥിച്ചില്ലേ? ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കി എൻ്റെ പ്രാർത്ഥനകളുടെയും യാചനകളുടെയും മറുപടികളെ നൽകിത്തരണമെന്ന് ആമീൻ നിലവിളിച്ചു പ്രാർത്ഥിച്ചില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുന്ന ദൂതിതാണ്. വലിയ ദൈവപ്രവൃത്തി താങ്കൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുന്നു. അതേ ഏലിയാവ് ആഹാബിനോട് പറയുകയാ, ഞാൻ എൻ്റെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ പ്രാർത്ഥിക്കുന്നവൻ്റെ ചെവിയിൽ ദൈവശബ്ദം കേൾക്കുവാനിടയായി തീരും. ആമേൻ. ആഗ്രഹത്തോടെ ആവേശത്തോടെ ഇരിക്കുന്ന ദൈവവൈതലിനെ നോക്കി ഞാൻ ദൂത് കൈമാറാം. തൻ്റെ പ്രാർത്ഥനാ റൂമിലുണ്ടല്ലോ, ദൈവത്തിൻ്റെ ശബ്ദത്തെ ദൈവം കൈമാറുവാനിടയായി തീരും. എലിയാവ് പറയുക, വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. അതേ എൻ്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു വിടുതലിന് വേണ്ടി, ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി, ഒരു സൗഖ്യത്തിന് വേണ്ടി നാളുകൾ കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, നാളുകൾ കൊണ്ട് എൻ്റെ ദൈവമേ മനസ്സലിയണമേ എന്ന് നെടുവീർപ്പോട്ടിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി ഞാൻ പ്രവചന ശബ്ദമായി കൈമാറുന്നു. ഒരു വലിയ മഴയുടെ മുഴക്കം, വലിയ വിടുതലിൻ്റെ ശബ്ദം, വലിയ ദൈവപ്രവർത്തിയുടെ സമയം വെളിപ്പെട്ടു വരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ ബൈബിൾ ആകമാനം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും, പലവിധ രോഗത്താലും പലവിധ പ്രതിസന്ധികളാലും കടന്നുപോയ അനേക ജീവിതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് ഓടി വരുമ്പോൾ 38 വർഷമായി ആമേൻ ബെഥെസ്ദ എന്ന കുളത്തിൻ്റെ കരയിൽ കിടന്ന മനുഷ്യൻ, 18 വർഷമായി ആലയത്തിനകത്ത് രോഗം ബാധിച്ചു കൂനിയായ സ്ത്രീ, 12 വർഷം വീടിനകത്ത് ഒതുങ്ങിപ്പോയ രക്തസ്രാവക്കാരത്തിയായ സഹോദരി, ദൈവത്തിന് സ്തോത്രം എന്നു വേണ്ട അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യൻ, അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങൾ, ക്ഷീണങ്ങൾ അനുഭവിച്ച വ്യക്തികളെ കാണാൻ കഴിയും. എന്നാൽ അതേ പദത്തിൽ നിന്നുകൊണ്ട് ഞാൻ അടുത്ത ദൂത് കൈമാറാം. ഈ വ്യക്തികളെല്ലാം രോഗിയായി തന്നെ തുടരുകയല്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 38 വർഷമായവനും 18 വർഷമായവൾക്കും 12 വർഷമായവൾക്കും ഒരുപോലെ ദൈവത്തിൻ്റെ സൗഖ്യം വ്യാപരിച്ചതുപോലെ ഇന്ന് വലിയ ദൈവപ്രവർത്തികൾ താങ്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ്, ദൈവമേ എൻ്റെ ലൈവിൽ ഞാൻ വിശ്വസിക്കുന്നു, വലിയ ദൈവപ്രവർത്തിയുടെ ശബ്ദം ഞാൻ കേട്ടു തുടങ്ങുന്നു. ഇന്ന് എൻ്റെ പ്രാർത്ഥനാ റൂമിൽ ആ ശബ്ദം ഞാൻ കേൾക്കട്ടെ. ഇന്ന് എൻ്റെ ആമേൻ ദൈവവചന ധ്യാനത്തിൽ വലിയ ദൈവപ്രവർത്തിയുടെ സമയങ്ങൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആവേശത്തോടും ദൈവാശ്രയ ബോധ്യത്തോടും ദൈവസന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. നാം മറന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. വലിയ ദൈവപ്രവൃത്തിയുടെ സമയം വെളിപ്പെടാൻ പോകുന്നു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.